നടത്തിയ താരതമ്യം ശരിയല്ല. കെ തുളസി വിജയിച്ചോ? പരാജയപ്പെട്ടില്ലല്ലോ. ജയിച്ചത് എങ്ങനെയാ? ഫൈറ്റ് ചെയ്ത് ജയിച്ചു. എങ്ങനെയാ ഫൈറ്റ് ചെയ്ത്? 20,000 അങ്ങ് മലർത്തിക്കളയുന്നൊക്കെ പറഞ്ഞ് നിന്റെ ഒരു ഇന്റലിജനൽ റിപ്പോർട്ട്. ഓ എന്തൊക്കെയും റിപ്പോർട്ടർ ചാനലിൽ ഇതുപോലെ വിടുവായിത്തരങ്ങൾ പറയുന്ന മൊട്ടെ ഇനിയെങ്കിലും തൊള്ള പൂട്ടി നിന്നോളുക. നീ ഒരൊറ്റ ഒരുത്തൻ കാരണമാണ് ജനങ്ങൾക്ക് ഇത്രത്തോളം എന്താ പറയേണ്ട ഒരു പ്രതിഷേധം ഉണ്ടായതെന്ന് പലപ്പോഴും തോന്നുന്നുണ്ട്. ഇപ്പൊ ആഘോഷാക്കുന്നുണ്ട് ജനങ്ങൾ, ഇങ്ങനെ എടുത്തിങ്ങനെ സന്തോഷത്തിന്റെ പീക്കിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വിടുവായിത്തരം കൊണ്ടാണ്. നീ ഇത്രയും ദിവസം ഇലക്ഷൻ നടന്ന അന്ന് മുതൽ നീ എന്ത് വിവരക്കേടാ പറഞ്ഞ? നീ എവിടെ? അങ്ങനെ UDF അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടിയിരിക്കുന്ന രണ്ട് വ്യക്തികൾക്കാണ് റിപ്പോർട്ടർ TVയിലെ അരുൺകുമാറിനും ആൻഡോയ്ക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ LDF സർക്കാരിൻ്റെ ഈ ഒരു പരാജയത്തിന് ഒരു 80% കാരണക്കാർ ഇവർ തന്നെയാണ് അല്ലേ? റിപ്പോർട്ടർ TVയിലെ അരുൺകുമാറും അതുപോലെ ആൻഡോയും കൂടിയാണ്. കാരണം പിണറായി സർക്കാർ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും എന്ത് അങ്ങേയറ്റത്തെ പരിപാടി കാണിച്ചാലും അതിനെ വന്നിരുന്ന് ന്യായീകരിച്ച് അതിനെ വെളുപ്പിക്കലാണ് ഇവരെ പരിപാടി. എന്തായാലും ഭയങ്കര തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ളൊരു ചോദ്യമായിട്ടായിരിക്കാം അരുൺകുമാറും ആൻഡോയും ഇരിക്കുന്നത്. എന്തായാലും കൊള്ളാം, വൻ കോമഡിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് ഇലക്ഷൻ്റെ വോട്ടെണ്ണുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു എവിടേക്കോ ഒരു ചാഞ്ചാട്ടം നടന്ന പോലെയൊക്കെ തോന്നുന്നു. മിക്കവാറും ഇനി UDFന് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് മിക്കവാറും. കാരണം കഴിഞ്ഞ ദിവസത്തെ ഇലക്ഷൻ്റെ വോട്ടെണ്ണുന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞാൽ റേറ്റിങ്ങിൽ മുന്നിൽ തന്നെയാണ് കേട്ടോ. അത് സമ്മതിച്ചേ പറ്റൂ. എന്ത് തൊട്ടിത്തരം കാണിച്ചാലും റേറ്റിംഗ് പിടിച്ചെടുക്കാൻ റിപ്പോർട്ടർ TVയിൽ ഈ പറഞ്ഞിട്ടുള്ള അരുൺകുമാറിനൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. അപ്പം കഴിഞ്ഞ ദിവസം UDFനെ അനുകൂലിച്ച് വിജയഗാനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് UDFനെ സൂചിപ്പിക്കുന്ന കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അടുത്തത് മിക്കവാറും UDFന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ LDF എന്തായാലും കപ്പൽ മുങ്ങി, ഇനി അതിനകത്ത് നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് മിക്കവാറും അങ്ങോട്ടൊന്ന് ചാഞ്ചാടാം, UDFിലേക്കൊന്ന് ചാടാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള സ്വന്തം പിണറായി വിജയന് വേണ്ടി കഴിഞ്ഞ 10 കൊല്ലം ന്യായീകരിച്ച് മെഴുകിയ റിപ്പോർട്ടർ TV അരുൺകുമാറിനെതിരെ CPM പ്രവർത്തകൻ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം ഒരു CPM പ്രവർത്തകൻ ഊരാതി വായി വരുന്ന അസഭ്യം പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നേക്കുന്നുണ്ട്. വേറൊന്നുമില്ല, നീ കാണിച്ച മെഴുകൽ, ഈ കാണിച്ച ന്യായീകരണങ്ങളും മെഴുകലും ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഗതി വന്നതെന്നാണ് ആ പുള്ളി പറയുന്നത്. എന്തായാലും പുള്ളിയുടെ വീഡിയോ ഒന്ന് വെച്ച് തരാം, എന്തായാലും നിങ്ങളതൊന്ന് കണ്ടു നോക്കേ. എല്ലാവരും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ജയവും തോൽവിയും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എനിക്കൊരു മൊട്ടയെ കുറിച്ചാണ് പറയാനുള്ളത്. റിപ്പോർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ ഇരുന്നിട്ട് കൊണച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊട്ട. എടാ മൊട്ടെ, നീ എന്ത് വിവരക്കേടാണ് ഇത്രയും ദിവസം പറഞ്ഞിട്ടുള്ളത്? പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കൂറ് കാണിക്കണം. ഉളുപ്പില്ലാത്ത കൂറ് കാണിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. ഉളുപ്പ് എന്ന് പറഞ്ഞ 3 അക്ഷരം, ഉളുപ്പ്, ഈ 3 അക്ഷരം മൊട്ടെ നീ എന്താ വിചാരിച്ചു വെച്ച്? ആദ്യം പിണറായി വിജയൻ നിന്നിട്ടുള്ള സ്ഥലത്ത് വിജയിക്കുക എന്നുള്ള കാര്യത്തിൽ തന്നെ യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ വിജയിക്കുകയാണെങ്കിൽ തന്നെ ഭൂരിപക്ഷം കയ്യിൽ ഒതുങ്ങുന്ന അത്രേ ഉള്ളൂ. അതിനെക്കുറിച്ചൊന്നും നിനക്ക് പറഞ്ഞു. നീ എന്ത് വിവരക്കേടാ ഇത്രയും ദിവസം പറഞ്ഞിട്ടുള്ളത്? നീ എത്ര വോട്ടിന് അങ്ങ് മലർത്തിക്കളയുന്നൊക്കെ പറഞ്ഞ് നിന്റെ ഒരു ഇന്റലിജനൽ റിപ്പോർട്ട്. ഓ എന്തൊക്കെയും റിപ്പോർട്ടർ ചാനലിൽ ഇതുപോലെ വിടുവായിത്തരങ്ങൾ പറയുന്ന മൊട്ടെ ഇനിയെങ്കിലും തൊള്ള പൂട്ടി നിന്നോളുക. നീ ഒരൊറ്റ ഒരുത്തൻ കാരണമാണ് ജനങ്ങൾക്ക് ഇത്രത്തോളം എന്താ പറയേണ്ട ഒരു പ്രതിഷേധം ഉണ്ടായതെന്ന് പലപ്പോഴും തോന്നുന്നുണ്ട്. ഇപ്പൊ ആഘോഷാക്കുന്നുണ്ട് ജനങ്ങൾ, ഇങ്ങനെ എടുത്തിങ്ങനെ സന്തോഷത്തിന്റെ പീക്കിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വിടുവായിത്തരം കൊണ്ടാണ്. നീ ഇത്രയും ദിവസം ഇലക്ഷൻ നടന്ന അന്ന് മുതൽ നീ എന്ത് വിവരക്കേടാ പറഞ്ഞ? നീ എവിടെ നോക്കിയിട്ടാ ഇതൊക്കെ പറഞ്ഞ്? റിപ്പോർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ ഒരു മനുഷ്യൻ കാണരുത്. ഇത്രത്തോളം മണ്ടത്തരം വിളിച്ചു വരണം. അതിലുള്ളൊരു മൊട്ട ഡോക്ടർ അരുൺ, എന്താ മൊട്ടയെ നീ ഉദ്ദേശിച്ചേ? എന്ത് വിവരക്കേടാ മൊട്ടയെ നീ പറഞ്ഞു കൂട്ടിയൊക്കെ? നിന്നെ നീ എന്ത് കണ്ടിട്ടാണ് ജനങ്ങൾ നിന്റെ ന്യൂസ് കാണി? വിടുവായിത്തരങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരു ചാനൽ റിപ്പോർട്ടർ എന്ന് പോലും. ഉളുപ്പ് എന്ന് പറഞ്ഞ 2-3 അക്ഷരത്തിനോട് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കണോ? ഓടി ഒളിക്ക് നിർത്തിപ്പോട്, വീട്ടിലേടെ പോയി കുത്തിരിക്കി. വിവരക്കേട് മാത്രം സംസാരിക്കുന്ന ഒരു ഡോക്ടർ അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള മൊട്ട ലൊട്ട. എന്തായാലും CPM പ്രവർത്തകനാണ്
പുള്ളിക്ക് അരിശം കയറിയിട്ട് കുരു പൊട്ടിയിട്ട്. കാരണം റിപ്പോർട്ടർ ടി വിയിൽ അരുൺകുമാർ പറഞ്ഞിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇലക്ഷന് മുമ്പൊക്കെ എത്ര സീറ്റ് കിട്ടും, 75-80 സീറ്റ് LDF മേടിച്ചിരിക്കും, LDF തൂത്തുവാരിയിരിക്കും, ഇത്ര മന്ത്രിമാർ പരാജയപ്പെടും എന്നൊക്കെ ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. 75 പോയിട്ട് ഒരു 50 സീറ്റ് പോലും മേടിച്ചില്ലെന്നാണ് വിശ്വാസം. അപ്പം റിപ്പോർട്ടർ ടി വി കണ്ട് അരുൺകുമാറിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ കണ്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് ആകാംക്ഷയോടെ സന്തോഷത്തോടെ ഇരുന്നൊരു വ്യക്തിയാണിത്. അപ്പം എന്തായാലും റിസൾട്ട് കണ്ടിട്ടാണ് പുള്ളിക്ക് കുരു പൊട്ടി. അങ്ങനെ പുള്ളി ഇട്ടൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. ഇനി ഞാനിവിടെ എന്തായാലും ഇലക്ഷനൊക്കെ ശേഷം സ്മൃതി പരുത്തിക്കാട് എന്തായാലും അരുണിനെ ഇരുത്തി അങ്ങ് വായടപ്പിക്കുന്നുണ്ട്, അപമാനിക്കുന്നുണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ എന്തായാലും അതും കൂടെയൊക്കെ ഒന്ന് കാണാം. ചെറിയ 1-2 ക്ലിപ്പുകളൊക്കെ ഞാൻ ഇവിടെ ഇട്ടുതരാം, അതും കൂടെ ഒന്ന് കണ്ടുപോകെ. UDF അധികാരത്തിൽ വരണം എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തൽക്കാലം സൗകര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്താണ്, ഞാൻ സ്റ്റഡി ചെയ്ത കണക്ക് പ്രകാരമാണെങ്കിൽ ആരാണ് എക്സിറ്റ് പോൾ നടത്തുന്നത്? കേരളത്തിലെ മാധ്യമങ്ങളല്ലേ? പിന്നെ ഡൽഹിയിലും ബോംബെയിലും ഹരിയാനയിലും ഗുജറാത്തിലും ഇരിക്കുന്ന ആൾക്കാരാണ് എക്സിറ്റ് പോൾ നടത്തുന്നത്. ഒക്കെ നമ്മൾ വിശ്വസിച്ചിട്ട് ഇവിടെ കേരളത്തിൽ UDF അധികാരത്തിൽ വരണം എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തൽക്കാലം സൗകര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പം സൗകര്യമില്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വിശ്വസിച്ചേ പറ്റൂ. ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ്. പിന്നെ എവിടെ ഇരുന്ന് എക്സിറ്റ് പോൾ നടത്തിയാലും അതിപ്പോൾ കറക്റ്റായല്ലോ. ഇതിപ്പോൾ നിങ്ങൾ നടത്തിയ എക്സിറ്റ് പോളിനെക്കാളും, നിങ്ങൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിട്ട് എക്സിറ്റ് പോളിനെക്കാളും പക്കയായിട്ടാണല്ലോ ഇവിടെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവർ പുറത്തുവിട്ട എക്സിറ്റ് പോൾ വൻ കോമഡിയാണ്. അത് കാരണം എത്ര പേര് കണ്ടിട്ടുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഒന്ന് കണ്ടിട്ടുള്ളൂ. അതുപോലെ ഇത് അരുൺകുമാറിനെയും അതുപോലെ ആൻ്റയെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും എനിക്ക് രണ്ടും കോമഡി പീസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇവർ അരുൺകുമാർ പറഞ്ഞേക്കുന്ന 70-75 കിട്ടുമെന്നാണ്. അപ്പോൾ അവിടെ തന്നെ ഈ സ്മൃതി പരുത്തിക്കാട് പറയുന്നുണ്ട് UDFന് 90-90 മേല് കിട്ടുമെന്ന് സ്മൃതി പറയുന്നുണ്ട്. എന്നാലും സ്മൃതി പറഞ്ഞ പക്കയായിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. 100-90 മേലിൽ കിട്ടിയിട്ടുണ്ട്. 100-103 സീറ്റാണ് UDF നേടിയിട്ടുള്ളത്. ഇനി ഞാനിവിടെ അരുൺകുമാറിൻ്റെ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം. എന്തായാലും സ്മൃതിയും ഈ പറഞ്ഞിട്ടുള്ള സ്മൃതി ആൻ്റോയെയും അതുപോലെ അരുൺകുമാറിനെയും ഇരുത്തി അങ്ങോട്ട് അപമാനിക്കുന്നൊരു വീഡിയോ ഉണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ലോയലായിട്ടുള്ള മനുഷ്യരുണ്ട്. ആ പാർട്ടിയിലെ നേതാക്കളും അണികളും തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്നതാണ് എൻ്റെ വിശ്വാസം. ഒറ്റ കാര്യം ഞാൻ ഒരു ചോദിച്ചോട്ടെ. അങ്ങ് ഇപ്പോൾ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം, PK ശ്യാമള മത്സരിക്കുമ്പോൾ കുറ്റപ്പെടുത്തുന്നു. അവിടുത്തെ K തുളസി മത്സരിച്ചിട്ടുണ്ട്. K തുളസി മത്സരിച്ചിരിക്കുന്നത് LDFന് 25,000 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള LDFന്റെ കോട്ടക്കൊത്രമായ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് മത്സരിച്ചിരിക്കുന്നത്. ഇവിടെ PK ശ്യാമളയെ ഇരിക്കൂറിലോ പേരാവൂരിലോ ഒക്കെ മത്സരിപ്പിക്കുകയാണെങ്കിൽ ഒരു മത്സരം ആവുകയില്ല. ഇത് നല്ല എനിക്ക് ശേഷം ഭാര്യ എന്ന തീരുമാനവും നല്ല സേഫായ ഇടത്ത് ഭാര്യയ്ക്ക് കൊടുക്കുകയും എന്താണ് സീറ്റ് പിടിക്കാനായ കഴിഞ്ഞ തവണ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ KK ശൈലജയെ എടുത്ത് പേരാവൂരിലിടുകയൊക്കെ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് സ്വജനപക്ഷപാതമാണ് എന്ന വിലയിരുത്തൽ അങ്ങ് നടത്തിയ താരതമ്യം ശരിയല്ല. തുളസി വിജയിച്ചോ? പരാജയപ്പെട്ടില്ലല്ലോ. ജയിച്ചത് എങ്ങനെ ഫൈറ്റ് ചെയ്ത് ജയിച്ചു? എങ്ങനെയാ ഫൈറ്റ് ചെയ്തു? 25,000 വേവ് വരുന്ന വെച്ചിട്ടാണ് ഒരാൾ നിൽക്കുന്നത്. ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. 3,000 വോട്ടിനല്ലേ നോക്കൂ, 25,000 അദ്ദേഹം പറഞ്ഞ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം LDFനുള്ള ഒരു മണ്ഡലത്തിൽ ഫൈറ്റ് ചെയ്ത് മത്സരിക്കുന്നതും ഇല്ലാത്തൊരു കാര്യം എന്താണെന്നറിയാമോ? K തുളസി ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയല്ല. അവര് ചേലക്കരയിൽ നിന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്, ചേലക്കരയിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. അന്ന് VK ശ്രീകണ്ഠൻ MP അല്ല. അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ VK ശ്രീകണ്ഠനേക്കാൾ സീനിയറാണ് K തുളസി. ശ്യാമളയുടെ കാര്യം ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ ഡോക്ടർ അരുൺകുമാർ, കംപ്ലീറ്റ് ചെയ്യട്ടെ. ഒരു മിനിറ്റ്, അല്ല അങ്ങനെ ഞാൻ പറയട്ടെ, അതിനുശേഷം അങ്ങ് പറഞ്ഞോളൂ. അല്ലാതെ അങ്ങേക്ക് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുമോ? ഇപ്പൊ 2016 അവിടെ ചേലക്കരയിൽ K തുളസി നിൽക്കുമ്പോൾ VK ശ്രീകണ്ഠൻ MP അല്ല. VK ശ്രീകണ്ഠൻ 2019 MP ആവുന്നു. ഇവിടെ ചർച്ചയിലുണ്ടായ ഒരു കാര്യം എന്താണെന്നറിയാമോ? K തുളസി അപ്പുറത്ത് പോയി നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അപ്പാടെ K തുളസിക്ക് വേണ്ടി പോകും, കാരണം VK ശ്രീകണ്ഠന്റെ ഭാര്യ ആയതുകൊണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷെ ഇവിടെ ഉണ്ടായത് എന്താണ്? തളിപ്പറമ്പിൽ ഉണ്ടായത് എന്താണ്? തളിപ്പറമ്പിൽ കോൺഗ്രസിന്റേതുപോലെയല്ല, തളിപ്പറമ്പിൽ പാർട്ടി ഘടകങ്ങളിൽ നിന്നാണ് ആ വിമർശനം ഉയർന്നു വന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ഇവിടെ എന്തായാലും 2 പെണ്ണുങ്ങളും കൂടെ ചേർന്നിട്ട് അരുൺകുമാറിന്റെ വായടപ്പിച്ചു വിട്ടു. ഉത്തരം മുട്ടിപ്പോയെന്നാണെങ്കിലും പറയാം. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. എന്തായാലും പിണറായി വിജയൻ സർക്കാരിനെ ന്യായീകരിച്ച് അവസാനം തോൽവിയിലേക്ക് എത്തിച്ചെന്ന് വേണമെങ്കിൽ പറയാം. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ ഒരു ഇപ്പം എന്ത് പുള്ളി ചെയ്താലും എന്ത് ഇപ്പം തന്നെ കണ്ടില്ല നമ്മൾ പിണറായി വിജയൻ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ
വരുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് പോലും അതിനെ ന്യായീകരിച്ച് ഒരു പരിവാക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അരുൺകുമാർ. അപ്പം എന്തായാലും നല്ലൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ അതിനൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.